വെൽക്കം ബാക്ക് ടു ജിനോടെക് വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇൻഫിനിക്സ് ബ്രാൻഡിൻ്റെ ഒരു ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ നോട്ട് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ഡിവൈസ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ ബെസ്റ്റ് പ്രൈസിൽ എടുക്കാനായിട്ട് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ കളറാണ്. 3 കളറിലായിരിക്കും നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഇത് കൂടാതെ സ്റ്റെല്ലാർ ബ്ലൂ, അതുപോലെ തന്നെ ലൂണാർ ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ കൂടി വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 കളറാണ് നമുക്ക് ഈ ഒരു ഫോണിന് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. 2 സ്ക്വയർ ഷേപ്പ്ഡ് ക്യാമറയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഫോണുകളിലൊന്നും അങ്ങനെ സ്ക്വയർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസൈനിലുള്ളൊരു ചെറിയൊരു നോവാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുൾ പാനൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ഫിനിഷിലൊരു പാനൽ. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഫ്ലാഷും കാണാൻ സാധിക്കും. പിന്നെ താഴെയായിട്ടൊരു ഓറ ലൈറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പല കളറിൽ കത്തുന്ന ഒരു ലൈറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അവിടെ 15 മെഗാ പിക്സൽ ആസ്പെരിക്കൽ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. സോ നമ്മുടെ 17 പ്രോ മാക്സിലൊക്കെ അല്ലെങ്കിൽ 17 പ്രോയിലൊക്കെ വന്നിരിക്കുന്ന പോലത്തെ ആ ഒരു സ്ക്വയർ പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ സിൽക്കി ഗ്രീൻ എന്ന് പറയുന്ന ഈ ഒരു കളറിൻ്റെ ഫിനിഷിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്. ഇപ്പോൾ നമ്മുടെ റിയൽമി 16 പ്രോ പ്ലസ് ഒക്കെ നോക്കിയ സമയത്ത് അത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. സംഗതി ആ ഫോണിന് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ലെതർ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലെതർ ഫീലൊന്നും നമുക്ക് വരുന്നില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള പോലത്തെ ഒരു ഫീലിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫ്രെയിമിൻ്റെ കളറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫ്രെയിമിൻ്റെ കളറൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ആ ഒരു ഡാർക്ക് ഗ്രീൻ്റെ ഒരു കളർ തീം വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ IP65 റേറ്റിംഗ് ഈ ഒരു ഫോണിന് അവർ കൊടുത്തിട്ടുള്ളൂ. അതായത് 12.5 ലിറ്റർ വാട്ടർ, 30 കിലോ പാസ്കൽ ഫോഴ്സിൽ 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ ഫോണിൻ്റെ മുകളിൽ ഇങ്ങനെ ജെറ്റ് പോലെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അല്ലാതെ ഈ ഒരു ഫോൺ കൊണ്ടുപോയി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വെള്ളത്തിലൊന്നും കൊണ്ടുപോയി മുക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ IP65 റേറ്റിംഗ് ആണുള്ളത്. അതിൻ്റെ തന്നെ ഡസ്റ്റ് പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു IP65 വന്നിട്ടുണ്ടായിരിക്കാം. ഈ പ്രൈസ് റേഞ്ച് മാത്രമല്ല, നമുക്കൊരു 35 പ്രൈസ് റേഞ്ചിൽ വരുന്ന നമ്മുടെ IQ Neo 10 നമുക്ക് ഈ പറഞ്ഞ IP65 റേറ്റിംഗ് തന്നെ ഉള്ളൂ. സോ അത് നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് IP65 എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓവറായിട്ടുള്ള ഈ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി പരിപാടികളൊന്നും ഇത് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഒരു ഫോണ് ഭയങ്കര സ്ലിം ആയിട്ട് തോന്നിയിട്ട് വെറും 7.2 mm തിക്നെസ് ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ എയറൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ അധികം വെയിറ്റും വരുന്നില്ല. 190 ഗ്രാമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6GB റാമിൻ്റെ വേരിയൻസ് തൊട്ടിട്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. 6GB 128, അതുപോലെ തന്നെ 8GB 128, പിന്നെ 8GB 256 എന്ന് പറഞ്ഞിട്ടുള്ള 3 വേരിയൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് 6GB 128 നമുക്ക് പ്രൈസ് വരുന്നത് ഇപ്പോൾ 21,999 ആണ്. ഏകദേശം ഒരു 22K അടുത്തേക്കാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. സോ അത് എന്തെങ്കിലും ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ അതിനൊക്കെ പ്രൈസ് കുറയാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഈ ഒരു പ്രൈസിങ്ങിന് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെക്നോ ബ്രാൻഡ് ആണെങ്കിലും ഇൻഫിനിക്സ് ബ്രാൻഡ് ആണെങ്കിലും രണ്ടും സെയിം ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് രണ്ടും ചൈനയിലുള്ള ഏതൊരു വലിയ ബ്രാൻഡിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ എഴുതി കാണിക്കാം. ആ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന 2 കമ്പനികളാണ് ഇൻഫിനിക്സും അതുപോലെ തന്നെ നമ്മുടെ ടെക്നോയും. പിന്നെ അതുപോലെ നമ്മുടെ ഐറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ബ്രാൻഡ് ഉണ്ട്. അത് വളരെ ചെറിയ ഫോണുകളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. അവരും ഈ ഒരു ടീമിൻ്റെ അണ്ടറിൽ വരുന്ന ടീമാണ്. സോ ഇവരുടെയൊക്കെ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടെക്നോ പോവാറ്റുവിൻ്റെ റീറ്റെയിൽ ലോഞ്ചിന് ഞാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു ടെക്നോൻ്റെ ഒരു ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഈ ടെക്നോൻ്റെ ഫോണുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഫോണുകൾ നമ്മുടെ ഉണ്ടെങ്കിൽ 2 ഫോണുണ്ടെങ്കിൽ നമുക്കതിൽ സിമ്മിടാണ്ട് കോൾ വിളിക്കാൻ പറ്റും. അത് 2 കിലോമീറ്റർ, അതായത് ഒരു വയർലെസ് സെറ്റപ്പ്, വയർലെസ് വോക്കി ടോക്കിക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 2 കിലോമീറ്റർ. ബ്ലൂടൂത്ത് തന്നെയാണ് പറയുന്നത്, പക്ഷേ അതിലൂടെ എന്തൊക്കെയോ ടെക്നോളജികൾ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 2 കിലോമീറ്റർ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ആ ഒരു സംഭവം അത് ഇതിൽ വരുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ലിങ്കോ അങ്ങനെന്താ പേര് വരുന്നത്. അതിൽ ബ്ലൂ ലിങ്ക് എന്നോ അല്ലെങ്കിൽ ഫ്രീ ലിങ്ക് എന്നാണ് നമ്മുടെ ടെക്നോയിൽ പേര് വരുന്നത്. സോ അങ്ങനത്തെ ഒരു ടെക്നോളജി നമ്മുടെ ഇൻഫിനിക്സിലാണെങ്കിലും ടെക്നോയിലാണെങ്കിലും ഉണ്ട്.
അതായത് ഫ്രീ ആയിട്ട് സിമ്മൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കോൾ വിളിക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണമെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറും ചെറിയ രീതിയിൽ നടത്താൻ പറ്റും. സോ ആ ഒരു ടെക്നോളജിയാണ് ഈ ഫോൺ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം. സോ അതെന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്ന ഒരു ടെക്നോളജി വേറെ ലെവൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു റിമോട്ട് ഏരിയയിൽ, അതായത് നെറ്റ്വർക്കൊന്നും തീരില്ലാത്തൊരു ഏരിയ എന്ന് ഇരിക്കാം, അവിടുത്തെ കുറച്ച് ആൾക്കാർ 2 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ അവരൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഉണ്ടല്ലോ ഈ ഇൻഫിനിക്സിൻ്റെ അല്ലെങ്കിൽ ടെക്നോൻ്റെ ഫോണുകൾ എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സിമ്മോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫോൺ വിളിക്കാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു സംഭവമല്ലേ. സോ ആ ഒരു സംഭവം ഞാൻ എടുത്ത് പറയാം. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ ഒരു ഫീച്ചർ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്, കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, അടിപൊളി ഫീച്ചറാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഫിനിക്സ് ആണെങ്കിലും ടെക്നോ ആണെങ്കിലും കുറച്ചുകൂടി അവർ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഒന്ന് നമ്പർ 1 ആവാൻ, അല്ലെങ്കിൽ മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു ടീമായിട്ട് വരാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഇതുപോലുള്ള റയർ ടെക്നോളജികൾ കൊണ്ടുവരുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ 2 ക്യാമറ കാണുന്നുണ്ടെങ്കിലും ഈ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ഡെപ്ത് സെൻസറാണ്, അതായത് നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സെൻസറാണ്. ആ ഒരു സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. നമ്മുടെ ടെക്നോ പോവയിലും അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിലൊരു അൾട്രാവൈഡ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ടെക്നോ പോവ കർവ് 2-ൽ ഒരു അൾട്രാവൈഡ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ അൾട്രാവൈഡ് ലെൻസൊക്കെ നമുക്ക് മിസ്സിംഗ് ആണ്. ജസ്റ്റ് ഒരു സിംഗിൾ ലെൻസ് മാത്രമേ ഉള്ളൂ. ആ സിംഗിൾ ലെൻസിൽ നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം, അല്ലാതെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അൾട്രാവൈഡ് സംഭവം ഇല്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിൽ നമുക്ക് 50mm വരെ സൂം ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഞാൻ ആ ക്യാമറ സെക്ഷനിൽ നിങ്ങൾക്ക് കൂടുതൽ സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 13 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഫോട്ടോ കിട്ടുന്നുണ്ട്. നോർമൽ ഫോട്ടോ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റുള്ള ടൈമിലാണെങ്കിലും ഇനി പോർട്രേറ്റ് മോഡിൽ സെൽഫി ആണെങ്കിലും ഒക്കെ നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ വൈഡ് സെൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചെടുത്ത ഒരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സെൽഫി ഫോട്ടോ ആണ് കിട്ടുക. ഇനി റിയർ ക്യാമറയിലെ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇതുപോലെ പല സൂം റേഞ്ചിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോ സാമ്പിൾസ് ഇതിന് കിട്ടുന്നുണ്ട്. സോ ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് എഡ്ജിൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി. എനിക്ക് റിയർ ക്യാമറയെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഫ്രണ്ട് ക്യാമറയാണ്. സോ ഫ്രണ്ട് ക്യാമറ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും തോന്നുന്നു. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല കളർ ടോൺസും നല്ല സ്കിൻ ടോൺസും നല്ല ഡൈനാമിക് റേഞ്ചും അല്ലേ സെറ്റായിട്ടുണ്ട്. നല്ല സ്റ്റെബിലൈസ്ഡും ആണ് ഫ്രണ്ടിലെ ക്യാമറ. സോ ഫ്രണ്ടിലെ ക്യാമറ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ നമുക്ക് 2K വീഡിയോ റെക്കോർഡിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ റിയർ ക്യാമറയായിട്ട് കുറച്ചുകൂടി ഒരു പഞ്ചായിട്ടുള്ള കളേഴ്സൊക്കെ തോന്നുന്നത് ഫ്രണ്ട് ക്യാമറയിലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലെ പോർട്രേറ്റ് വീഡിയോ ആണ്. അതും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ എഡ്ജൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതൊരു AI ഫോണാണെന്നാണ് അവർ പറയുന്നത്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്, എഡ്ജും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർ ടോണും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഈ F വാല്യുള്ള ഇത് കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഇതിനേറ്റവും പ്രൈസ് കൂടിയിട്ടുള്ള ഫോണുകളൊന്നും ഈ പറഞ്ഞ മാതിരി പോർട്രേറ്റ് മോഡിലാണ്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് വീഡിയോസ്. അതാണ് നമ്മുടെ റിയർ ക്യാമറ HD 60 FPS വീഡിയോ എന്ന് പറയുന്നത്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് 60 FPS സപ്പോർട്ടല്ല. നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് നമുക്ക് 30 FPS സപ്പോർട്ട് ഉള്ളത്. സോ 30 FPS ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റഡി വീഡിയോസ് എടുക്കാൻ പറ്റും. സോ ഇപ്പോഴത്തെ വീഡിയോ ആണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ. HD 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ HD 60 FPS ആണെങ്കിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള പോർട്രേറ്റ് വീഡിയോ ആണെങ്കിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് കുറച്ച് എനേബിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് എനേബിൾ ചെയ്യാം. ഇപ്പോൾ നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ എങ്ങനെയുണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്രേറ്റ് മോഡുള്ള വീഡിയോ ആണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് HD 30 FPS സപ്പോർട്ട് വരുന്നത്. നമുക്ക് F വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കാണുന്നുണ്ട്. സോ അതെന്തായാലും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. സോ ഇതാണ് കേട്ടോ നമ്മുടെ റിയർ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാമറ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വ്ളോഗ് എന്ന ഓപ്ഷൻ ഉണ്ട്, വീഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്, AI ക്യാം ഓപ്ഷൻ ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്, സൂപ്പർ നൈറ്റ് ഉണ്ട്, മോറിൽ നമുക്ക് ടൈം ലാപ്സും ഡുവൽ വീഡിയോയും അതുപോലെ തന്നെ AICG പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തിട്ട് അതിൽ ബെസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഈ AIGC പോർട്രേറ്റ്. പിന്നെ വൈഡ് സെൽഫി ഉണ്ട്. വൈഡ് സെൽഫി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആയിട്ടുള്ളൊരു സെൽഫി നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതെനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. കമ്പാരിറ്റീവ്ലി അടിപൊളി ഫീച്ചറാണത്. നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ടുള്ള വൈഡായിട്ടുള്ള സെൽഫീസ് എടുക്കാൻ പറ്റും. ഇതിൽ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഈ പോർട്രേറ്റിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള ഫോട്ടോസ് എടുക്കാം. AI ക്യാമറ നോർമൽ ഫോട്ടോസ്, വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ F വാല്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോർട്രേറ്റ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ടുള്ള പോലത്തെ വീഡിയോസ് എടുക്കാനായിട്ട് ഇതിൽ പറ്റും. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ
HD 60 തൊട്ടിട്ട് 2K 30fps തൊട്ടൊക്കെ സംഭവങ്ങളുണ്ട്, വീഡിയോസ് ഉണ്ട്. നമ്മൾ HD 60fps നല്ല അടിപൊളി വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സ് പറഞ്ഞ ഇതാണ്. പിന്നെ വ്ളോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോരോ അവരിങ്ങനെ പറഞ്ഞുതരും എങ്ങനെയൊക്കെ ഷോർട്സ് എടുക്കണം എന്നുള്ള രീതിയിൽ, ഇത്ര സെക്കൻഡിൽ ഏത് ഷോട്ട്, ഇത്ര സെക്കൻഡിൽ ഏത് ഷോട്ട് എന്നുള്ള പോലത്തെ ഒരു അസിസ്റ്റൻറ്റ് നമുക്ക് തരുന്നുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ക്യാമറ നമുക്ക് ആ വ്ളോഗിങ് ഓപ്ഷൻ ഉണ്ട്, വീഡിയോ ഓപ്ഷൻ ഉണ്ട്. വീഡിയോയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ 2K 30fps, HD 60fps, പിന്നെ അതിന് താഴെയുള്ളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. HD 60fps കുഴപ്പമില്ല, ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. എന്നാലും കുറച്ചുകൂടിയും കളർ ടോൺസൊക്കെ ബൂസ്റ്റായിട്ട് എനിക്ക് ഫ്രണ്ട് ക്യാമറയിലാണ് തോന്നിയത്. മേ ബി സെൽഫി ക്യാമറ ആയതുകൊണ്ടായിരിക്കാം, നമുക്ക് കാണുമ്പോൾ കുറച്ച് ഇമ്പ്രഷൻ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടായിരിക്കാം. ഇതും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ കുറച്ചൊരു സീനുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കിയിട്ട് എടുത്താൽ കുറച്ചുകൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടും. അപ്പോൾ അങ്ങനെ സ്റ്റെബിലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്താൽ മതി, അതെടുത്താൽ മതി. അപ്പോൾ നമുക്ക് HD 30fps വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ AI ക്യാമറ ഉണ്ട്, അതിൽ കുറേ പരിപാടികൾ വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡിൽ നമുക്ക് 24mm, 35mm, അതുപോലെ തന്നെ 50mm വരെയുള്ള 3 ഇതാണ് വരുന്നത്, ക്യാമറ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ സൂപ്പർ നൈറ്റ് ഓപ്ഷൻ ഇതിലുണ്ട്. മോർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്ലോ മോഷൻ കാണാം, ടൈം ലാപ്സ് കാണാം, അതുപോലെ തന്നെ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് അതിൽ ബെസ്റ്റ് പോർട്രേറ്റ് കണ്ടുപിടിക്കുന്ന പരിപാടി. സ്കൈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ അത്, ഈ സ്കൈ ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ. സ്കൈ ഫിൽറ്റേഴ്സ്, ഓരോ സ്കൈ ഫിൽറ്റേഴ്സ് നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രോ എന്ന് പറഞ്ഞ മോഡിൽ നമുക്കെല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള മോഡുണ്ട്. പിന്നെ പാനോരമിക് മോഡുണ്ട്, അതേപോലെ തന്നെ അൾട്രാ HD മോഡുണ്ട്. അത് അടിപൊളിയായിട്ട് അൾട്രാ HD മോഡിൽ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്, ഒന്നും പറയില്ല. ഡോക്യുമെൻറ്റ് സ്കാനർ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ക്യാമറ സെറ്റിങ്സ് നമുക്ക് ഇൻഫിനിക്സ് നോട്ട് എഡ്ജിൽ നമുക്ക് വരുന്നത്. ഇപ്പോൾ പിന്നെ ബാക്കിൽ നമുക്കൊരു റിംഗ് ലൈറ്റ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ റിംഗ് ലൈറ്റിൽ നമുക്ക് പല കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പല സംഭവങ്ങൾ കൊടുക്കാൻ സാധിക്കും, പല ലൈറ്റും മോഡൽസ് നമുക്ക് ഇതിൽ കൊടുക്കാൻ സാധിക്കും. സോ മൊത്തത്തിലൊരു സ്ക്വയർ കളിയാണ്. ക്യാമറകൾ നോക്കുകയാണെങ്കിലും ഫ്ലാഷ് ലൈറ്റ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഈ പറഞ്ഞ ഓറ ലൈറ്റ് നോക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒരു സ്ക്വയർ ഡിസൈനിലാണ് ഇത്തവണ അവർ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോൺ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മുടെ 17 സീരീസിൻ്റെ iPhone 17 സീരീസിൻ്റെ ഒരു തീം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അവരുടെ ആ ഒരു ഐപാഡിൻ്റെ ഒക്കെ തീമില്ലേ, അതേപോലത്തെ ഒരു വാൾപേപ്പറാണ് ഇതിൽ ഇൻബിൽട്ടായിട്ട് കിടക്കുന്നത്. കണ്ട ആ ഒരു സെയിം ഡിസൈനിലാണ് കിടക്കുന്നത്. നമുക്ക് 6.78 ഇഞ്ച് സൈസ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 700 നിറ്റ്സിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ 1600 നിറ്റ്സിൻ്റെ മറ്റേ HBM ബ്രൈറ്റ്നസ്, പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സിൻ്റെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ സൈഡിൽ നിന്നൊക്കെ ഓക്കെയാണ്. പിന്നെ നമുക്ക് LTPS ഡിസ്പ്ലേ ആണ്, LTPO അല്ല LTPS ആണ്. സോ അത്തരത്തിലുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൽ നല്ല അടിപൊളി ആനിമേഷൻസ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഡിസ്പ്ലേ കാണാനും ഭയങ്കര അടിപൊളിയായിട്ട്, അതായത് എല്ലാ സൈഡിലേക്കും ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ് കൊണ്ടുവന്നിട്ടുള്ള പോലത്തെ ഒരു ഡിസൈനാണ്. അത് ഈ ഒരു സ്ലിം ഫാക്ടറിലൂടെ വന്നപ്പോൾ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒന്നും പറയാനില്ല. പിന്നെ ഡിസ്പ്ലേ നമുക്കൊരു കൂൾ ടോണാണ് നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. മേ ബി ഡിസ്പ്ലേയുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടായിരിക്കാം. ഒരു കൂൾ ടോണാണ് മൊത്തത്തിൽ ഡിസ്പ്ലേ കിട്ടുന്നത്. സോ ഡിസ്പ്ലേ അടിപൊളിയാണെന്നൊന്നും പറയാനില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാനാണെങ്കിലും ആ ഒരു എഡ്ജൊന്നും ഇല്ലാണ്ട് ആകുമ്പോൾ ആ ഒരു ഗുണം എന്താണെന്നതിലാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഫുൾ എഡ്ജുള്ള ആണെങ്കിൽ അതിന് മറ്റേ സ്ക്രീൻ ഗാർഡ് ഇട്ടാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. ഇത് അത്ര പെട്ടെന്നുള്ളൊരു സഡൻ കർവായിട്ടല്ല തോന്നുന്നത്, ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു കർവായിട്ടാണ് എല്ലാ സൈഡിൽ തോന്നുന്നത്. അത് ഭയങ്കര അടിപൊളി ഹാൻഡ് ഫീലായിട്ട് തോന്നിയിട്ട് എനിക്ക് മറ്റേ ആ സ്ലിം ഉണ്ടല്ലോ, ടെക്നോ പോവ സ്ലിം, ആ സ്ലിം ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് ഏറെക്കുറെ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം സംസാരിക്കാം. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഡയമൻസിറ്റിയുടെ 7100 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. സോ നമ്മുടെ ടെക്നോ പോവോ കർവ് 2 എന്ന് പറയുന്ന ഫോണിലും ആ ഒരു ചിപ്സെറ്റാണ് കണ്ടത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്, ടെക് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ 7100 എന്ന് പറയുന്ന ചിപ്സെറ്റ് അധികം ഫോണുകളിൽ ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും 7050 അല്ലെങ്കിൽ 7300 ഒക്കെയാണ് ആ ഒരു 7 സീരീസിൽ 7000 സീരീസിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ളത് 7100 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ്. സോ നമുക്ക് ഈ ഒരു ചിപ്സെറ്റിനെ വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഒരു ചിപ്സെറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന് പറയുന്ന ചിപ്സെറ്റിൻ്റെ ആ ഒരു പെർഫോമൻസുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യാം. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ചിപ്സെറ്റ് ഏത് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റായിട്ടാണ് നമുക്ക് ടാലി ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 ആയിട്ടായിരിക്കും. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എന്നുള്ളത്. ഇതൊരു നോർമൽ യൂസിന് വേണ്ടിയിട്ടുള്ളൊരു ഫോണാണെന്നുള്ളത് ആദ്യം എടുത്ത് പറയട്ടെ. അതായത് ഇല്ലാത്ത കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വെച്ച് വലിയ ഹെവി ഗെയിംസോ അല്ലെങ്കിൽ ഇത് വെച്ച് വലിയ ഹെവി ആയിട്ടുള്ള
ടാസ്കുകളോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കരുത്. കാരണം അതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് 7100 ആണ്. എന്നാൽ ഞാനിപ്പോൾ ഈ സമയത്ത്, അതായത് 2-3 ദിവസം എൻ്റെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടിയിട്ട്, സോ അത്രയും സമയത്ത് ഞാൻ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ഗെയിംസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ PUBG പോലുള്ളൊരു ഗെയിം കളിക്കുമ്പോൾ സ്മൂത്തിലിട്ട് കളിക്കുമ്പോഴോ എനിക്ക് വലിയ വിഷയങ്ങൾ തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് UFS 2.2ൻ്റെ സപ്പോർട്ട് വരുന്നുള്ളൂ. സോ ഈ ഒരു ചിപ്സെറ്റിന് ആ ഒരു UFS 2.2 മതി. പിന്നെ LPDDR5Xൻ്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു റാമിൻ്റെ ഒരു കേസിൽ കുറച്ചുകൂടി നമ്മൾ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് ടാസ്കുകൾ എടുക്കാനും അങ്ങനത്തെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും അതൊരു പക്ഷേ ആ ഒരു റാമിൻ്റെ ഒരു എഫക്റ്റ് ചെറിയ രീതിയിൽ വരായിരിക്കാം. ഇനി ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. 6500 mAh ഒരു ഹ്യൂജ് ബാറ്ററിയാണ് ഇവന്മാർ ഇതിൽ കൊടുത്തേക്കുന്നത്. അതിന് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറേ കൊടുത്തിട്ടുള്ളൂ. സോ ബോക്സിൽ ചാർജർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഡിവൈസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എയർപോഡ്സോ അല്ലെങ്കിൽ വാച്ചസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിരിച്ച് കുത്തി റിവേഴ്സ് ചാർജിങ് കൊണ്ട് നടത്താൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ OS എക്സ്പീരിയൻസിനെ പറ്റി പറയാട്ടോ. OS എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സംഭവമാണ്. എന്താ കാര്യം വെച്ചാൽ ഈ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പക്ക നമ്മുടെ iOS 26 യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ, വാൾപേപ്പർ കണ്ടില്ലേ? ഇനി നോക്കിയേ, തീം നോക്കിയേ, ഒരു രക്ഷയില്ല, പക്ക iOSനെ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു ലുക്കിൽ കറക്റ്റ് നമ്മുടെ ആപ്പിളിൻ്റെ എയറൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫീലാണ്. അമ്മാതിരി UI ആണ് കറക്റ്റ് നമ്മുടെ iOS 26 സീരീസ് പോലത്തെ ഒരു സംഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ വന്നിരിക്കുന്ന OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XOS 16 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു Android 16 ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ XOSലാണ് ഇവന്മാർ OS ഒക്കെ ഇറക്കാറ്. പിന്നെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഡോക്യുമെൻ്റ് വെച്ചിട്ടുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, ഇമേജ് വെച്ചിട്ടുള്ള പരിപാടികൾ പോലെയുള്ള ഒരുപാട് ഇൻഫിനിക്സ് AI എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ഒരുപാട് AI പരിപാടികൾ വരുന്നുണ്ട്. ഈ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. സോ ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മുടെ കയ്യിലുള്ള ഈവൻ ഐഫോൺ ആണെങ്കിൽ പോലും ഇങ്ങനെ വെച്ചിട്ട്, ഇത് ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഐഫോണാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു ഐഫോൺ ഇതിൻ്റെ അടുത്തുണ്ടെന്നുള്ള കാര്യം കാണിക്കും. അങ്ങനെ നമുക്ക് ഐഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫിനിക്സ് അല്ലെങ്കിൽ ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചുമ്മാ ചൈനീസ് ഫോണുകൾ എടുത്തിട്ട് വിൽക്കുന്നൊരു പരിപാടിയില്ല. അവർ ചൈനയിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണ് അവരെ റിസർച്ച് സെൻറ്റർ എന്നുണ്ടെങ്കിലും അവർ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് പുതിയ ഐഡിയാസ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ ഇവരുടെയൊക്കെ റീറ്റെയിൽ ലോഞ്ചിനിടയ്ക്ക് പോണ സമയത്ത് അവരുടെ റീറ്റെയിൽ ഷോപ്പിലത്തെ ആൾക്കാരുടെ അടുത്ത് അവരുടെ അടുത്ത് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇൻഫിനിക്സ് ആണെങ്കിലും ടെക്നോ ആണെങ്കിലൊക്കെ എന്താ പറയുക, കംപ്ലയിൻസ് കുറവാണ്. അത്ര കംപ്ലയിൻസ് വരുന്നത് ഈ പറഞ്ഞ ചാർജിങ് ബോട്ടിൽ എന്തെങ്കിലും കുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി കിട്ടുന്ന പറയണത്. സോ ഇത് ഞാൻ കേട്ട അറിവാണ്. അതായത് ഞാനിപ്പോൾ ഒരു ഷോപ്പിൻ്റെ മുതലാളിയാണെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാർക്ക് വിറ്റേൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അവിടെ അവർ ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ വിറ്റ ഫോണുകളൊന്നും കംപ്ലയിൻ്റ് ആയിട്ട് തിരിച്ച് വരാറില്ല. അത് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു. അതിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഒരു സർവീസ് സെൻറ്റർ അവൈലബിലിറ്റിയും നിങ്ങളുടെ ഒരു ട്രസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓരോ ബ്രാൻഡിൽ നിന്ന് ഫോൺ എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് OS എക്സ്പീരിയൻസ് പറയാനുള്ള. മൊത്തത്തിൽ നല്ലൊരു OS എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.4ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SD കാർഡ് ഇടാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ഒരു AI ബട്ടൺ വരുന്നുണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. AI ബട്ടൺ നമ്മുടെ ക്യാമറ 16-ലൊക്കെ വന്ന ആ ഒരു ക്യാമറ ബട്ടൺ പോലെ തന്നെ നമുക്ക് ഈ ബട്ടണിൽ എന്തും കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡുവൽ സ്പീക്കറാണ് വരുന്നത്. അതും JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കറാണ് വരുന്നത്. JBL ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു ഫോൺ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയമാണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നതെന്ന് പറയുന്നത്, ഡ്യുവൽ സ്പീക്കർ. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വെച്ച് JBL ആണ് ട്യൂൺ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇതിൽ സബ് ബൂഫറൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ അവർക്ക്. അതുകൊണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. தமிழ் படம் தான் பெருசா பார்த்து வளர்ந்தேன். பட் இப்போ ரீசெண்டா இந்த OTTல இருக்க எல்லா மலையாளம் ஃபிலிம்ஸும், கமர்ஷியல் ஃபிலிம்ஸ் ஓகே, ஆர்ட் ஹவுஸ் ஃபிலிம்ஸ் இதே தானே ಬೇಕಾಗಿರೋದು. സൗണ്ടൊക്കെ അത്യാവശ്യം ലൗഡാണ്, നല്ല കിട്ടില്ല സൗണ്ടാണ് വരുന്നത്. ഇൻഫിനിക്സ് ബ്രാൻഡുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നെറ്റ്വർക്ക് ഭയങ്കര ക്യാപ്ചറിങ് ആണ് പറയുന്നത്. അതായത് നമ്മൾ എവിടെ റേഞ്ച് ഇല്ലാത്തടത്തൊക്കെ പോയി കഴിഞ്ഞാലും നെറ്റ്
അല്ലെങ്കിൽ കോളിംഗ് നെറ്റ്വർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അതിന് വേണ്ട രീതിയിലുള്ള കുറേ ബൂസ്റ്റിംഗ് പരിപാടികൾ ഇതിലവർ കൊണ്ടുവരാറുണ്ട്. ഇതുപോലെ രസകരമായിട്ട് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് കാണാനായിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്. എങ്ങനെയുണ്ട് ഗൈസ് ലുക്ക്? ശരി, ബൈ.